ഹലോ നമസ്കാരം. ചന്ദ്രകല ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് കുറച്ച് വൈകി എന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് ഇടുന്ന ഈ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഡിയാക് റീഡിംഗ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ 2026ലേക്ക് നിങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ളത്. അതിന്റെ അവസാന ഭാഗമാണ് ഈ റീഡിംഗ്. ഓക്കെ, അപ്പോൾ അത് 2026 തുടങ്ങുന്നതിന് മുൻപ് തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരക്കുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ഇന്ന് തന്നെ ഈ റീഡിംഗ് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി 3 കൂറുകാരെയും കൂടെ കാര്യങ്ങൾ നോക്കാനുള്ളൂ. ഇടവക്കൂറ്, മിഥുനക്കൂറ്, കർക്കിടകക്കൂറ്. അപ്പോൾ നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരം നിങ്ങൾ ഏത് കൂറിലാണ് വരുന്നത് ആ കൂറിന്റെ റീഡിംഗ് ആണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇടവക്കൂറിന്റെ റീഡിംഗ് നോക്കാം. അപ്പോൾ ഇടവക്കൂറുകാർക്ക് യൂണിവേഴ്സ് നൽകുന്ന 3 പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ 2026ലേക്ക് പ്രവേശിക്കുന്നതിന് ഇടവക്കൂറിലുള്ളവർ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഹൈ പ്രീസ്റ്റസ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ ഹൈ പ്രീസ്റ്റസ്. Clarify the High Priestess. Queen of Cups. Clarify the Queen of Cups. Queen of Wands. Okay. Clarify the Queen of Wands. Three of Swords. അപ്പോൾ ഇവിടെ എന്താ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് മെയിനായിട്ട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ഒരുപാട് ഈ ഒരു വർഷം നിങ്ങളെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒക്കെ ഓരോ മൊമെന്റിലും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിൽ ശരിയായ രീതിയിൽ ആക്ഷൻ എടുക്കുന്നതിനൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആകുന്ന ഒരു വർഷമാണ് 2026. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ അത്രയുമേൽ ഫോക്കസ് ചെയ്യുക. ആ ഇൻറ്റ്യൂഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നതിന്, ശക്തിപ്പെടുത്തുന്നതിന് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. പിന്നെ ഈ പറയുന്ന പോലെ വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കുക. നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ കഴിവുകളിൽ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വേണം. ഓക്കെ, അത് നിങ്ങൾ സംശയിക്കാൻ പാടില്ല എന്ന് പറയുന്നു. വളരെ എത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നു അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നത് എളുപ്പമായി തീരുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളെ വേദനിപ്പിച്ച് സാഹചര്യങ്ങൾ കഴിഞ്ഞു പോയതാണ്. ആ കഴിഞ്ഞു പോയതാണ് എന്നുള്ളത് ഉൾക്കൊള്ളുക, അതിനെ വിട്ടുകളയുക. അതിൽ ഇനിയും നിങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞു പോയതാണ്. അതിൽ നിന്ന് നിങ്ങളുടെ പാഠം എന്താണെന്ന് മാത്രം ഫോക്കസ് ചെയ്യുക. പാഠം, പഠിച്ച പാഠത്തിനെ ഉൾക്കൊള്ളുക, പാഠത്തിനെ ജീവിതത്തിലെ അപ്ലൈ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അത്രേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആകുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശം എന്താണെന്ന് നോക്കാം. Okay, clarify the devil. Clarify the strength. Clarify the nine of cups. നിങ്ങളുടെ സേക്രൽ ചക്ര, അതുപോലെ നിങ്ങളുടെ സേക്രൽ ചക്രയും സോളാർ പ്ലെക്സസ് ചക്രയും, ഓക്കെ, റൂട്ട് ചക്രയുടെ തൊട്ട് മുകളിലുള്ള 2 ചക്രാസ് ആണ് ഞാൻ പറഞ്ഞത്. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അത് ഹീൽ ചെയ്യുന്നതിനും അത് ബാലൻസ് ചെയ്യുന്നതിനും വേണ്ടുന്ന മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ ബീജ് മന്ത്ര ഒക്കെ എന്നും കേൾക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു ആ ഒരു എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അതൊരു സൈഡ് നോട്ടാണ്. അപ്പോൾ അതൊന്ന് ഡെയിലി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നിങ്ങളോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ട്രൈറ്റ്സ്, ഒക്കെ അൺഹെൽത്തി ആയിട്ടുള്ള ജീവിത രീതി, അൺഹെൽത്തി ആയിട്ടുള്ള ചിന്താ രീതികൾ, ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മുന്നോട്ട് പോകാൻ തടസ്സം നിൽക്കുന്ന നിങ്ങളുടേതായ ചില വിശ്വാസങ്ങൾ, നിങ്ങൾക്ക് ഉള്ള ചില നെഗറ്റീവ് ആയിട്ടുള്ള ട്രൈറ്റ്സ്, ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് സ്വതന്ത്രരാകേണ്ടതുണ്ട് എന്നും കൂടെ നിങ്ങളെ യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. ഈ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസിൽ നിന്നെല്ലാം, അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ, തോട്ട് പാറ്റേൺ തുടങ്ങിയവയിൽ നിന്നൊക്കെ പുറത്തു കടക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അതാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ നിങ്ങളായിരിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് പെർഫെക്ഷൻ, നല്ല കാര്യങ്ങളുണ്ടാവും നിങ്ങളിൽ, മറ്റുള്ളവരെ കണ്ടില്ല പ്രത്യേകിച്ച്. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ,
ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളായി നിൽക്കുമ്പോൾ ഉള്ളതുപോലെ തുറന്നു വരുന്ന ഒരാളായിരിക്കും. പക്ഷെ മനസ്സിലൊന്നും വെച്ച് പെരുമാറുന്ന ഒരാളായിരിക്കില്ല. ഓക്കെ, അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അത് മനസ്സിൽ എപ്പോഴും വെക്കാൻ പറയുന്നു. നിങ്ങൾ നിങ്ങളായി നിൽക്കുമ്പോൾ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമില്ല. പക്ഷെ അതിന് പ്രാധാന്യം കൊടുക്കരുത്. എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ കയറുക എന്നുള്ളതല്ല നിങ്ങളുടെ ജീവിത ലക്ഷ്യം. മനസ്സിലായില്ലേ? അപ്പൊ അതെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. അതെപ്പോഴും ഓർക്കുക. ആ ഒരു ടെൻഡൻസി വരുമ്പോൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ, മറ്റുള്ളവരുടെ ഇഷ്ടം നേടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളല്ലാതായി നിൽക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്, മറ്റുള്ളവരുടെ ഗുഡ് ബുക്കിൽ കയറുന്നതല്ല എൻ്റെ ജീവിത ലക്ഷ്യം. ഞാനായി നിൽക്കുന്നതാണ് ഈ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിത ലക്ഷ്യം കൃത്യമായി നിറവേറ്റുന്നതിനും എൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനും എനിക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള. അപ്പോൾ ഓക്കെ, പിന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തുക. നിങ്ങളുടെ ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്നതിനും റിലാക്സ് ചെയ്യുന്നതിനും സെൽഫ് കെയർ ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് സമയം മാറ്റിവെക്കുക. നിങ്ങളിപ്പോൾ ഡെയിലി ബേസിസിൽ എന്തെങ്കിലും സ്കിൻ കെയർ, ഹെയർ കെയർ റുട്ടീൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും സമയം മാറ്റി വെച്ചിരിക്കണം. അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതൊക്കെ സെൽഫ് കെയർ ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങളാണ്. അത് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ജീവിതം പാടില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ 10 ഓഫ് കോയിൻസ് ആണ് പിന്നെ നമുക്ക് കാണുന്നത്. ഒരു വെൽത്തിന്റെ അറൈവൽ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിനും ആ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങൾ ഉറപ്പുവരുത്തുന്നതായിട്ട് കാണുന്നു. ആ ഒരു സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം ഉണ്ടാകുമ്പോൾ അതിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ ലഭിച്ചത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു തിരിച്ചറിവോടെ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ജീവിക്കാനും നിങ്ങളോട് എടുത്ത് പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശം എന്താണെന്ന് നോക്കാം. സൺ കാർഡ് ആണ് അണ്ടർലൈൻ എനർജി. സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണമെങ്കിൽ ഈ സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങൾ നിരന്തരം ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊരു കാര്യത്തിന് പരിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ അതാത് സമയങ്ങളിൽ ഡിവൈൻ ടൈമിങ്ങിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾ അത് കൃത്യമായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, ആ ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയിലായിരിക്കാൻ പറയുന്നത് പോലെ ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് സ്വന്തം കഴിവുകളിലും സ്വന്തം എന്താ പറയുക സ്ട്രെങ്ത്തും എന്താണെന്ന് കൃത്യമായ തിരിച്ചറിവോടുകൂടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. കൃത്യമായ ബൗണ്ടറി ഉണ്ടായിരിക്കണം. നോ പറയേണ്ടവർക്ക് നോ പറയുന്നേ വേണം. ഓക്കെ, ഈ പറയുന്ന പോലെ പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയി കാണുന്നുണ്ട്. അത് പാടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു ജീവിതം ഈ ഒരു 2026 നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി നിങ്ങൾക്ക് ഒട്ടും പാടില്ല. ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. നോ പറയേണ്ടവർക്ക് നോ പറയാം. ഓക്കെ, വളരെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ഒരു സപ്രസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറയുന്നു. സാഹചര്യത്തിനനുസരിച്ച് പക്ഷെ നിങ്ങൾ എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. മനസ്സിലിങ്ങനെ അടക്കി വെച്ചിരിക്കരുത് എന്ന് നിങ്ങളോട് എടുത്തു പറയുന്നുണ്ട്. ഓപ്പൺ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, അത് നിങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്നും നിങ്ങൾ അത് ആവശ്യപ്പെടണം എന്ന് പറയുന്നു. ആരെങ്കിലും ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാരിറ്റി ചോദിക്കുക. ഓക്കെ, എനിക്കിവിടെ ക്ലിയർ ആയില്ല, നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും? അവരെന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ. നിങ്ങൾ ക്ലാരിറ്റി കിട്ടാനാണ് അവിടെ കാര്യം ചെയ്യുന്നത്. ഭാവിയിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് നിങ്ങൾ ഇപ്പോഴേ ആ ഒരു വ്യക്തത ഉറപ്പുവരുത്തുന്നത്, അല്ലേ? അപ്പൊ അത് നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങളുടെ സംഭാഷണങ്ങളിലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലും നിങ്ങൾ ആ ഒരു വ്യക്തത കൊണ്ടുവരണം. അതോടൊപ്പം ചുറ്റുമുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തത കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ മൈ ഡിയർ കളക്റ്റീവ്. അപ്പോൾ ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. 2026 കൃത്യമായി ഫോളോ ചെയ്യുക. നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം 2026 ഉണ്ടാകുന്നതിനും
നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനും ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നതാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകാന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് 2026 ടാരോ ഗൈഡൻസ് പാക്കേജ് എന്നൊരു പുതിയ റീഡിംഗ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2026 നിങ്ങളുടെ എങ്ങനെയാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പ്രവചനമല്ല, അവിടെ നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശമാണ് ഞാൻ അതിൽ തരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നും എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ദിവസം 5 ബുക്കിംഗ്സ് മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ റീഡിങ്ങിന് ഉണ്ടാകുകയുള്ളൂ. മാത്രമല്ല ഈ ഒരു ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ. അപ്പം നിങ്ങൾക്ക് മിഥുനക്കൂറിൽ ജനിച്ചവരാണ് നിങ്ങളുടെ നക്ഷത്രപ്രകാരം മിഥുനക്കൂറിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. 2026 പ്രവേശിക്കുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നുള്ള യൂണിവേഴ്സിന്റെ ഗൈഡൻസ് 3 പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ മാർഗനിർദ്ദേശം എന്താണെന്ന് നോക്കാം. അപ്പൊ മിഥുനക്കൂറിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് 2026 പ്രവേശിക്കുന്നതിന് അവരെങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഡെത്ത് കാർഡ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ ഡെത്ത് കാർഡ്. Five of Wands, Justice. Clarify the Justice. Seven of Wands. ഓക്കെ, നിങ്ങളോട് എന്താ ആദ്യമേ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ പല കാര്യങ്ങളും പാസ്റ്റ് ഇപ്പോഴും നിങ്ങളിൽ തന്നെ ഇങ്ങനെ കണക്ട് ആയി കിടക്കുന്ന ചില പാസ്റ്റ് എക്സ്പീരിയൻസസ് മെമ്മറീസ് ഒക്കെ ഉണ്ട്. അതിനോട് നിങ്ങൾ അതിലേക്ക് അറ്റാച്ച്ഡ് ആയി നിൽക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലതായിരിക്കില്ല എന്ന് മനസ്സിലാക്കി അതിനെ നിങ്ങൾ എപ്പോഴാണോ പൂർണ്ണമായും റിലീസ് ചെയ്യുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് ആ മേഖലകളിൽ ഏത് മേഖലയിലത്തെ പാസ്റ്റുമായിട്ടാണോ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ളത് ആ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ തുടക്കം ഉണ്ടാകുള്ളൂ എന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പാസ്റ്റിനെ റിലീസ് ചെയ്യുന്നതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതോടൊപ്പം യൂണിവേഴ്സ് എങ്ങനെയാണോ അവിടെ ഒരു പുതിയ തുടക്കം കൊണ്ടുവരുന്നത് ആ പുതിയ തുടക്കത്തിനെ 2 കൈനീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം കെടുത്തുന്ന തരത്തിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ വാദങ്ങൾ അതിലൊന്നും ഉൾപ്പെടാതിരിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ചില വ്യക്തികളുടെ സംസാരം നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാം, പക്ഷെ അവിടെ നിങ്ങൾ എന്താ പറയുക തർക്കിച്ചത് കൊണ്ടോ നിങ്ങളുടെ ഭാഗം വിശദീകരിച്ചത് കൊണ്ടോ ഉപകാരം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, അത് വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റ് ആകുകയാണോ എന്നുള്ളത് ആലോചിക്കുക. ചില ആളുകളുണ്ടല്ലേ അവരെ പറയുന്നതാണ് സത്യം അത് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഒരു തരത്തിലും ബാക്കി ഒരാളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയോ വേറൊരു കാഴ്ചപ്പാട് സ്വീകരിക്കുകയോ ചെയ്യില്ല. അങ്ങനത്തെ ഒരാളാണെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം കളയണ്ട. നിങ്ങളുടെ മനസ്സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക, മുന്നോട്ട് പോകുക. അപ്പൊ അതാണ് എപ്പോഴും ഏതൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു തർക്കങ്ങളോ വാദങ്ങളോ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അതിൽ ഉൾപ്പെടണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ ഉൾപ്പെട്ടാൽ നിങ്ങളുടെ മനസ്സമാധാനത്തിന് കോട്ടം തട്ടുമോ എന്ന് നോക്കിയിട്ട് വേണം. ഓക്കെ, നിങ്ങളുടെ മനസ്സമാധാനം പോകുന്ന കാര്യമാണെങ്കിൽ അതിൽ ഉൾപ്പെടാതിരിക്കുക. സമാധാനത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് എന്തെങ്കിലും അന്യായം സംഭവിച്ചിട്ടുള്ളത്, ഓക്കെ, നിങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുക, നിങ്ങൾക്ക് വേദന ഉണ്ടാകുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആ മേഖലകളിൽ യൂണിവേഴ്സ് നീതി കൊണ്ടുവരുന്നതാണ് എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. ഓക്കെ, എനിക്ക് എവിടെയൊക്കെയാണോ ഞാൻ അനീതി അനുഭവിച്ചത് അവിടെ എനിക്ക് നീതി ന്യായം യൂണിവേഴ്സ് കൊണ്ടുവരും, അത് നടപ്പാക്കിയിരിക്കും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിങ്ങൾ ഫോളോ ചെയ്യുന്ന മൂല്യങ്ങളുണ്ട് ഇല്ലേ, പ്രിൻസിപ്പിൾസ് ഉണ്ട്, മോറൽസ് ഉണ്ട്, അതൊക്കെ അതിലൊരു കോംപ്രമൈസ് വരുത്താൻ പാടില്ല. ഓക്കെ, ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു നീതിയുണ്ട് ന്യായം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് മോറൽസ് വാല്യൂസ് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. അതിലൊരു കോംപ്രമൈസും പാടില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു കോംപ്രമൈസ് പാടില്ല. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട ഗൈഡൻസ്.
അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ്, ഒരു വ്യക്തത കുറവുണ്ട്, നിങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തൊരവസ്ഥ, ആ ഉത്തരങ്ങൾ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് എന്താ പറയുക വെച്ചാൽ, നിങ്ങൾ വളരെ ക്ഷമയോടെ ഈ ഒരു ഉത്തരങ്ങൾ ലഭിക്കുന്നതിനും നിങ്ങൾ ഈ ഒരു എന്താ പറയാ നിങ്ങൾക്ക് വേണ്ട വ്യക്തത ലഭിക്കുന്നതിനും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നിങ്ങളോട് പറയുന്നത് ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്, നിങ്ങളിങ്ങനെ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഉത്തരങ്ങൾ നിങ്ങൾ മനസ്സിൽ മെനയാതിരിക്കാൻ നിങ്ങളോട് പ്രത്യേകം യൂണിവേഴ്സ് പറയുന്നുണ്ട്. 2026 പ്രവേശിക്കുമ്പോൾ അങ്ങനെയായിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് ക്ലാരിറ്റി എപ്പോഴാണോ വേണ്ടത് ആ ക്ലാരിറ്റി ആ സമയത്ത് യൂണിവേഴ്സ് കൊണ്ടു തന്നിരിക്കും. ആ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയിരിക്കണം, സ്വസ്ഥമായിരിക്കണം. സ്വസ്ഥമായിരിക്കണമെങ്കിൽ അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കണം. അതാണ് നിങ്ങൾ ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് പരിശ്രമിക്കാൻ പറയുന്നു. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷെ നല്ല ക്ഷമയോടെ നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് ടെൻഡൻസി നിങ്ങൾക്ക് നല്ലവണ്ണം നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് പരിശ്രമിക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. എപ്പോഴാണോ നിങ്ങൾ ഈ ഓവർ തിങ്കിങ് ടെൻഡൻസി നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തത നിങ്ങളിലേക്ക് വരുന്നതും. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ സറണ്ടർ ചെയ്യാനാണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ആ ചോദ്യങ്ങളൊക്കെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഓവർ തിങ്കിങ് ടെൻഡൻസി നിങ്ങളത് കൺട്രോൾ ചെയ്യുന്നതിൽ, നിയന്ത്രിക്കുന്നതിൽ, അത് റിലീസ് ചെയ്യുന്നതിൽ നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനായിട്ട് പരിശ്രമിക്കുക. അടുത്തതായിട്ട് നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്കൊരു ബിട്രയൽ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ നിങ്ങളോട് പറയുന്നത് അതിൽ ഹീലാകുക എന്നാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന് നേരം കളയുന്നതിന് പകരം അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് സ്ട്രെസ് ചെയ്ത് ആൻഷ്യസ് ആയിട്ട് നിരാശപ്പെട്ടിരിക്കുന്നതിന് പകരം നിങ്ങൾ അതിൽ നിന്ന് ഹീലാകുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ആ ഒരു ഒറ്റ കാര്യം നിങ്ങളെന്ന വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് സംഭവിച്ചു പോയതല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു പാഠം നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ? ആ പാഠം കൃത്യമായിട്ട് ജീവിതത്തിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അത് ഫോളോ ചെയ്യാം. അത് ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. യൂണിവേഴ്സിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്. എപ്പോഴെങ്കിലും നിങ്ങളോട് ആരെങ്കിലും കുറിച്ച് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിനെ തള്ളിക്കളയാതെ അത് ആ കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് എന്തായാലും സാധിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളോട് പറയുന്നത് ക്ഷമയോടെ നിങ്ങൾ ഇപ്പോ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഹീലിംഗിലാണ്. ഈ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, അതിൽ നിന്നുണ്ടായ മുറിവുകളിൽ നിന്ന് നിങ്ങൾ ഹീലായിട്ടില്ല. അതിൽ നിന്ന് ഹീലാകേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് ഹീലാകുന്നതിന് ആദ്യം തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് സ്വയം ഇങ്ങനെ എന്താ പറയാ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നിരാശയിൽ മുന്നോട്ട് പോകുന്നതിന് പകരം അതിനെ റിലീസ് ചെയ്യുന്നതിന്, അതിൽ നിന്ന് ഹീലാകുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം ഇനി ഇതിനും നല്ലത് കിട്ടാനില്ല എന്നുള്ള തോന്നലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ചുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ലതല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു പോയത്. അതോടൊപ്പം നിങ്ങൾക്കൊരു പാഠവും കൂടി ഉണ്ടായിരുന്നു എന്ന് മാത്രം. അതാണ് ഈ ഒരു രീതിയിൽ അത് അവസാനിച്ചു പോയിട്ടുള്ളത്. അതിനർത്ഥം നിങ്ങൾക്ക് ഇതിലും നല്ലത് ഇനി കിട്ടില്ല എന്നല്ല. നിങ്ങൾക്ക് യൂണിവേഴ്സ് വെച്ചിട്ടുള്ളത് ഇതിനും മികച്ചതാണ് എന്ന് മനസ്സിലാക്കുക. ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഹീലിംഗിൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നു. അപ്പൊ അതുപോലെ 2026 ഏതെങ്കിലും ഒരു കാര്യത്തിനായി നിങ്ങൾ പരിശ്രമിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് ഇരിക്കുക, അത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനേക്കാൾ മികച്ചതാണ് നിങ്ങൾക്ക് അവിടെ യൂണിവേഴ്സ് കരുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യത്തിന് അതിനനുസരിച്ച് നിങ്ങൾ ഉയർത്തണം. ആ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകണം. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. മൈ ഡിയർ കളക്റ്റീവ്, ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് പുതുവത്സരം പ്രമാണിച്ച് 2026 ടാരോ ഗൈഡൻസ് പാക്കേജ് എന്ന പുതിയൊരു സർവീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
പരിമിത കാലത്തേക്ക് മാത്രമുള്ള ഒരു സർവീസാണിത്. ദിവസേന 5 സ്ലോട്ടുകൾ മാത്രമേ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ 2026 എങ്ങനെയാകും എന്നതിനെ സംബന്ധിച്ച് ഒരു വിശദമായ മാർഗനിർദ്ദേശം നൽകുക എന്നുള്ളതാണ് ഈ ഒരു സർവീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രവചനങ്ങളല്ല നടത്തണേ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുക. ഈ ഒരു റീഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു സർവീസ് പരിമിത കാലത്തേക്കാണെന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത കൂറുകാരുടെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ മൈ ഡിയർ, അപ്പം നിങ്ങൾ ജന്മനക്ഷത്ര പ്രകാരം കർക്കിടക കൂറിൽ വരുന്നവരാണെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ 2026 പ്രവേശിക്കുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നുള്ള യൂണിവേഴ്സിന്റെ പ്രധാനപ്പെട്ട 3 മാർഗനിർദ്ദേശങ്ങളാണ് ഈ റീഡിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഗൈഡൻസ് നിങ്ങൾ ത്രൂ ഔട്ട് 2026 നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് 2026 നിങ്ങൾക്ക് മികച്ച ഒരു വർഷമാക്കി മാറ്റിയെടുക്കാൻ, നിങ്ങൾക്ക് മികച്ച വർഷമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ മാർഗനിർദ്ദേശം നമുക്ക് തുടങ്ങുന്നത് 2 of Wheelsലാണ്. ക്ലാരിഫൈ ദ 2 of Wheels. Knight of Wands. Clarify the Knight of Wands. Clarify the 4 of Wands. Clarify the 4 of Wands. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടുന്നത് അണ്ടർലൈൻ എനർജി നോക്കൂ, ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ഡിവൈൻ യൂണിയൻ ആണ് ഈ ജന്മത്തിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡിവൈൻ കൗണ്ടർ പാർട്ട്, നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിൻ്റെ ഉള്ള ഒരു സാധ്യത 2026 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ഡിവൈൻ ടൈമിംഗ് ആ ഒരു സമയത്താണ്, ഈ 2026 എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനായി തയ്യാറെടുക്കാൻ നിങ്ങളോട് പറയാണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഏത് തരത്തിലുള്ള പാർട്ട്ണറാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വ്യക്തത വന്നിട്ടില്ലെങ്കിൽ ആ വ്യക്തത വരുത്താനാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ആ വ്യക്തത വരുത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറക്കാൻ പറയുന്നു. നിങ്ങളിങ്ങനെ കംഫർട്ട് സോണിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ള ആ ഒരു വ്യക്തി അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് കാലതാമസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരിക. ഓക്കെ, നിങ്ങൾക്ക് മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ ഒരു സമയം കിട്ടുമ്പോൾ, അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക. ചിലപ്പോൾ നിങ്ങൾ കുറെ നാളായിട്ട് സോളിറ്റ്യൂഡിലായിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യമൊക്കെ, പക്ഷെ എന്നാലും അങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി അത് ഇനീഷ്യേറ്റീവ് എടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിലും അങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനെ ഉപയോഗിക്കുക, പോകുക. കാരണം ഈ പറഞ്ഞ പോലെ ആ ഒരു ഡിവൈൻ യൂണിയൻ, നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിൻ പാർട്ട്ണറിനെ മീറ്റ് ചെയ്യുന്നതിനും ആ ഒരു യൂണിയൻ ഉണ്ടാക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് 2026 എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുകയാണ് വേണ്ടത്. അവിടെ ആദ്യം തന്നെ നിങ്ങൾ വ്യക്തത വരുത്തണം എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു പാർട്ട്ണറിനെയാണ് വേണ്ടത്, അവരെങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യേണ്ടത്, ആ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള പാർട്ട്ണറിനെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക, ജീവിതത്തെ കുറച്ചും കൂടി ആസ്വദിക്കാൻ പറയുന്നു. അതുപോലെ തന്നെ സെൽഫ് ലവ്, ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ നിങ്ങൾക്ക് സ്വയം നൽകി തുടങ്ങുക എന്ന് നിങ്ങളോട് പറയുന്നു. ക്ലാരിഫൈ ദ ഹൈ പ്രീസ്റ്റസ്. ക്ലാരിഫൈ ദ 2 of Wands. Queen of Wheels. Clarify the Queen of Wheels. Six of Wheels. Okay, ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താ പറയാ, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖല, ഇതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് എന്താണ് തടസ്സം, ഓക്കെ, എന്താണ് തടസ്സം നിൽക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം എന്നാണ് പറയുന്നത്.
നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന കാരണം തന്നെയാണ് നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി ലഭിക്കുന്നതിന് ഉള്ള പ്രധാന തടസ്സം. അപ്പൊ ആ ഇൻറ്റ്യൂഷൻ പറയുന്ന ആ ഒരു കാരണം എന്താണോ അത് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ ശ്രമങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു. ഓക്കെ, ആ ഒരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാല് ഈ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളിൽ നിന്ന് പോണം. അത് നിങ്ങൾക്കറിയാം ഇൻറ്റ്യൂട്ടീവ്ലി, നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വിശ്വസിക്കുക. അതുപോലെ ഗ്രൗണ്ടഡ് ആയിരിക്കാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഈ ഒരു എന്താ പറയുക ഹീലിംഗ് അല്ലെങ്കിൽ ഈ ഒരു റിലീസിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഡിസിപ്ലിൻ എനർജി നിങ്ങളുടെ ലൈഫിൽ വേണം, പൊതുവായിട്ട് നിങ്ങളുടെ ലൈഫിൽ വേണം. പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ സാമ്പത്തിക മേഖലയിൽ അതിൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ജോലിക്കായി ശ്രമിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ജോലി ഓൾറെഡി ചെയ്യുന്ന ഒരാളാണെങ്കിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് പ്രത്യേകം പറയുകയാണ്. പിന്നെ അതുപോലെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതായത് ഏത് തരത്തിലുള്ള ഒരു ഉയർച്ച കരിയറിൽ അല്ലെങ്കിൽ കരിയറിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സാമ്പത്തിക മേഖലയിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ആ എനർജിയിൽ ആയിരിക്കാൻ പറയുന്നു. അപ്പൊ നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കണം നിങ്ങൾ ഇപ്പോഴേ പെരുമാറുന്നതും നിങ്ങളുടെ ചിന്താഗതിയും എല്ലാം. ഓക്കെ, അത് നിങ്ങൾ എന്ത് എനർജിയിലാണോ ഇരിക്കുന്നത് ആ എനർജിയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യാന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കരിയർ, പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയർ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ എന്താണോ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ ആയിരിക്കുക. ആ ഒരു കാര്യം നടക്കുമെന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതനുസരിച്ചിട്ട് നിങ്ങൾ എന്താ പറയാ മുന്നോട്ട് പോവുക. ഓക്കെ, ആ ഒരു നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയൊക്കെ ആയിക്കോട്ടെ, അത് തന്നെ നിങ്ങൾക്ക് അത്ര ഉറപ്പാണ് ഉണ്ടാവേണ്ടത് മനസ്സിന്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയാണ് നടക്കുക എന്നുള്ളത്. അപ്പൊ ആ എനർജിയിൽ തന്നെ ആയിരിക്കാൻ പറയുന്നു. നിങ്ങൾ ഏത് എനർജിയിലാണോ ഫോക്കസ് ചെയ്യുന്നത്, അപ്പൊ നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ പ്രതീക്ഷയൊക്കെയാണുള്ളതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രസ് കാണാൻ സാധിക്കും. പക്ഷെ പേടി, ഭയം അല്ലെങ്കിൽ ആൻസൈറ്റി, നെഗറ്റീവ് തോട്ട്സ് ഒക്കെയാണ് കൂടുതലുള്ളതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കാലതാമസം നേരിടുന്നതും ചാലഞ്ചസ് ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് എനർജിയിലാണോ ഉണ്ടാകുക ആ എനർജിയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറിലും സാമ്പത്തിക മേഖലയിലും നിങ്ങളെ അട്രാക്ട് ചെയ്യുക. അപ്പൊ അതെപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 2026 നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, ഓക്കെ, അതെങ്ങനെ എത്രയും പെട്ടെന്ന് നേടിയെടുക്കാം എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുകയാണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ആ വ്യക്തത കിട്ടുന്നതോടൊപ്പം നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചു തുടങ്ങുമ്പോൾ ആ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ ഡൗൺലോഡ് അനുസരിച്ച് നിങ്ങൾ പരിശ്രമിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളും നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിലൂടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചാൽ ഈ ഒരു എംപ്രസ് എനർജിയിലായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് പ്രധാനമായിട്ടും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മാറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പുരോഗതി അതെങ്ങനെ നേടിയെടുക്കണം, എങ്ങനെ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാ വ്യക്തതയും നിങ്ങളിലേക്ക് വരുന്നു, വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ അതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു വ്യക്തത കിട്ടുമ്പോൾ അപ്പൊ നിങ്ങൾ അവിടെ ഡെസ്പറേഷൻ വേണ്ടാന്ന്. അപ്പൊ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം, അങ്ങനെ ഒരു അതിനെ ചേസ് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ചേസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി കൃത്യസമയത്ത് യൂണിവേഴ്സ് എത്തിക്കുന്നതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ജീവിതത്തിനെ ആസ്വദിച്ചുകൊണ്ട് പോവുക. ഓക്കെ, പറ്റുന്ന രീതിയിൽ പക്ഷെ നിങ്ങൾ ജീവിതത്തിനെ ആസ്വദിക്കണം. നിരാശപ്പെട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതുപോലത്തെ എനർജി തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ത്രൂ ഔട്ട് ഉണ്ടാവുക. ഏത് മൊമെന്റിലായിരിക്കും, ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ആ ഒരു സാഹചര്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ആ ജീവിതത്തിനെ ആസ്വദിക്കാൻ പറ്റുന്നിടത്താണ് നിങ്ങളുടെ വിജയം. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ ചെയ്തു പോകുമ്പോഴാണ് ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നേടിയെടുക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച വ്യക്തതയും നിങ്ങൾക്ക് കിട്ടുക. അത് ചിലപ്പോൾ ചില സംഭാഷണങ്ങളിലൂടെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഈ സോൾ ഫാമിലി മെമ്പേഴ്സുമായിട്ട് തന്നെ ഉള്ള സംഭാഷണങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ആ വ്യക്തത കിട്ടുന്നത്. അതുപോലെ തന്നെ
നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങൾ അപ്പോൾ ആ കിട്ടുന്ന വ്യക്തത അനുസരിച്ച് ക്ലാരിറ്റി അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ അതാത് സമയങ്ങളിൽ യൂണിവേഴ്സ് എത്തിക്കുന്നതാണ്. അത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഉറപ്പ്, ആ ഒരു വിശ്വാസത്തോടെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ മൊമെന്റിനെ ആസ്വദിച്ചുകൊണ്ട് അത് ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് മുന്നോട്ട് പോവുക. അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, അതുപോലെ തന്നെ സെൽഫ് കെയറും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ അവഗണിക്കാതിരിക്കുക, നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മൈ ഡിയർ കളക്റ്റീവ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ റീഡിംഗ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പുതുവത്സരം പ്രമാണിച്ച് 2026 ടാരോ ഗൈഡൻസ് പാക്കേജ് എന്നുള്ള ഒരു പുതിയ സർവീസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പരിമിത കാലത്തേക്ക് മാത്രമുള്ള ഒരു സർവീസ് ആണിത്. ദിവസേന 5 സ്ലോട്ടുകൾ മാത്രമേ ബുക്ക് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. ഈ ഒരു പാക്കേജ് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലഭിക്കുക, ആ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കുമെന്നതിനെ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ, അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും എല്ലാം കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് റെഫർ ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് വില വിവരങ്ങളും ഞാൻ അപ്പോൾ ഷെയർ ചെയ്യുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേരാണ്. താങ്ക് യു.